പൊതുസമൂഹത്തിൽ നിന്നും പാർട്ടിയുടെ ഒരു വിഭാഗം ആളുകളിൽ നിന്നും ഉയരുന്ന ഒരു വലിയ ആവശ്യവും ആവേശവുമാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നും എം.വി. ഗോവിന്ദൻ മാഷ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്നും. പക്ഷേ രണ്ടും പ്രായോഗികമല്ല എന്നുള്ളതാണ് എം.വി. ഗോവിന്ദൻ മാഷ് പറയുന്നത്. അതിനകത്ത് കുറച്ച് സത്യവുമുണ്ട്. പാർട്ടി സെക്രട്ടറിയെ ഒരു തെരഞ്ഞെടുപ്പിന് തോറ്റു എന്ന് വിചാരിച്ചും ഒരു പാർട്ടി സെക്രട്ടറി ഇതുവരെ മാറ്റിയിട്ടില്ല. അതേസമയം ഗുരുതരമായ വീഴ്ച നടത്തിയാൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലത്തിലെ കല്ലറ പാങ്ങോട് പഞ്ചായത്തുകളിലെ ലോക്കൽ കമ്മിറ്റി, പ്രത്യേകിച്ച് കല്ലറ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ കല്ലറ മുതുകുളം ലോക്കൽ കമ്മിറ്റികൾ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അത് വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ളതാണ്. അവിടെ 2500 വോട്ടിലധികം സുധീർ ഷാ പാലോട് എന്ന് പറയുന്ന UDF-ന്റെ കാൻഡിഡേറ്റ് പിടിച്ചു. 50 വർഷത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വാമനപുരം ഇടതുപക്ഷത്തിൽ നിന്നും CPM-ൽ നിന്നും പോകുന്നത്. അവിടെ പുതിയ ചെറുപ്പക്കാരൻ, ഏറ്റവും പുതുമുഖം, മണ്ഡലത്തിൽ അദ്ദേഹത്തിന് എല്ലായിടത്തും പോകാൻ പോലും അവസരം കിട്ടാത്ത ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട, ഞാൻ സമുദായം പറഞ്ഞതല്ല, കാരണം അവിടെ ഭൂരിപക്ഷ സമുദായത്തിനും പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റിക്കുമാണ് മെജോറിറ്റി ഉള്ളത് ആ മണ്ഡലത്തിൽ, അത് പറയാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ CPM പലപ്പോഴും നിർത്തിയിട്ടുള്ളത് നായർ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. അപവാദമായി വന്നത് B. അരുന്ധതി എന്ന് പറയുന്ന ഒരു വനിത മാത്രം നിർത്തിയപ്പോൾ, ബാക്കിയെല്ലാം ഇപ്പോഴും നായർ കാൻഡിഡേറ്റ്സ് തന്നെയാണ് അവിടെ മത്സരിച്ചത്. ആ മണ്ഡലത്തിൽ, വാമനപുരം മണ്ഡലത്തിലെ കല്ലറ ഗ്രാമപഞ്ചായത്തിലെ 2 ലോക്കൽ കമ്മിറ്റികളെ പിരിച്ചുവിട്ടു, അഡ്കോ കമ്മിറ്റിയാക്കി. അത് പിരിച്ചുവിട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന് പ്രവർത്തിച്ചില്ല, കൃത്രിമം കാണിച്ചു, എതിരാളിക്ക് വോട്ട് കൊടുത്തു, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നവും എം.വി. ഗോവിന്ദൻ മാഷിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പാർട്ടി കോൺഗ്രസ്സുകളും പാർട്ടി സംസ്ഥാന സമ്മേളനമൊക്കെയാണ് പാർട്ടി സെക്രട്ടറിമാരെയൊക്കെ, ബ്രാഞ്ച് സമ്മേളനം ബ്രാഞ്ച് സെക്രട്ടറിമാരെ, ലോക്കൽ സമ്മേളനം ലോക്കൽ സെക്രട്ടറിമാരെ, ഏരിയ സമ്മേളനം ഏരിയ സെക്രട്ടറിമാരെ, ജില്ലാ സമ്മേളനം ജില്ലാ സെക്രട്ടറിമാരെ, സംസ്ഥാന സമ്മേളനം സംസ്ഥാന സെക്രട്ടറിമാരെ, ഇന്ത്യയിൽ എല്ലായിടത്തും. പിന്നെ അഖിലേന്ത്യാ സെക്രട്ടറിയെ, അല്ലെങ്കിൽ മരിച്ചു പോകണം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വരികയാണെങ്കിൽ മാത്രമേ മാറുകയുള്ളൂ. അല്ലാതെ മാറ്റം അനിവാര്യമല്ല, മാറ്റം നടക്കുന്നതുമല്ല. ഇത് ഒരു വ്യാമോഹം മാത്രമാണെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. കറക്റ്റാണത്, അത് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. രണ്ടാമത് പിണറായി വിജയൻ എന്നുള്ള സംഗതിയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് വളരെ സീനിയറാണ്. ഒന്നാമത്തെ കാര്യം, 17 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു, നേരത്തെ വൈദ്യുതി മന്ത്രിയായിരുന്നു. അപ്പോൾ പാർലമെൻ്ററി രംഗത്തായാലും പാർട്ടി രംഗത്തായാലും വളരെ സീനിയറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്രതിപക്ഷ നേതാവാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത്രയും സീനിയറായിട്ടുള്ള ഒരാളിനെ പ്രതിപക്ഷ ഉപനേതാവാക്കാൻ പറ്റും? വെറും ഒരു MLA ആക്കിയിരിക്കാൻ പറ്റും? അതും പറ്റത്തില്ല. അപ്പോൾ CPM-ന്റെ ഹൈറാർക്കിയൽ ശ്രേണി ശൃംഖലയനുസരിച്ച്, ഹൈറാർക്കിയൽ റിലേഷൻ അനുസരിച്ച് അതും പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും വ്യാമോഹമാണ് മക്കളെ. ആ വെള്ളം അങ്ങനെ അങ്ങ് ഉണ്ടാക്കണ്ട, ആ വെള്ളം വാങ്ങി വച്ചേക്കൂ, നിങ്ങളത് നടക്കത്തില്ല. ആ പരിപ്പ് ഇവിടെ വേവില്ല, ഈ പരിപ്പ് അവിടെയും വേവില്ല എന്നാണ് ഗോവിന്ദൻ മാഷ് വളരെ കൃത്യമായി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വളരെ കൃത്യമായിട്ടുള്ള പിന്നെ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. പാർട്ടിയുടേതായ ഘടനയുണ്ട്, രീതിയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന് തോറ്റു എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യലല്ല. ഇനി CPM-നെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അത് CPI-ക്കും ബാധകമാണ്. പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഉപായം മാത്രമാണ്, അടവും തന്ത്രവും മാത്രമാണ്, ഒരു ഉപാധി മാത്രമാണ്. യഥാർത്ഥ വിപ്ലവ പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ജോലി വേറെയാണ്. വർഗ ബഹുജന സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് വർഗ ബഹുജന സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായി വർഗ ബഹുജന സമരങ്ങളിലൂടെ മുന്നോട്ട് പോയി ഓരോ വർഗത്തിനും ആവശ്യമായ ന്യായങ്ങളും അന്യായത്തിനെതിരെയുള്ള പ്രവൃത്തികളും നീതിയൊക്കെ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വർഗസമര സിദ്ധാന്തം. അവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളൊരു സബ്സിഡിയറി പരിപാടിയാണ്, അതല്ല ഞങ്ങളുടെ പ്രധാന പരിപാടി. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് തോറ്റുപോയി എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് വേറെ വിഷയമൊന്നുമില്ല. അത് തെരഞ്ഞെടുപ്പല്ല, ഞങ്ങളുടെ പാർലമെൻ്ററി ജനാധിപത്യമല്ല. ഞങ്ങളുടെ ഒരു മാൻഡേറ്റും ഞങ്ങളുടെ ഫ്യൂച്ചറും തീരുമാനിക്കുന്നത്, ഭാവിയും തീരുമാനിക്കുന്നതെന്നാണ് CPM-ൻ്റെയും CPI പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആശയപരമായ തത്വാധിഷ്ഠിതമായ നിലപാട്. അതുകൊണ്ടും ഇത് തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ അവർ സീരിയസ് ആയി കാണുന്നില്ല, തോറ്റുവെന്നവർ അംഗീകരിക്കുന്നില്ല. ഇതൊരു സാങ്കേതികമായി ഒരു ഭരണമാറ്റം മാത്രമല്ല അത് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഒരു പ്രോസസ്സിൽ ഒരു സാങ്കേതിക ഭരണമാറ്റമാണ്. ഏത് നിമിഷവും അടുത്ത 5 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരാം, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാം. അങ്ങനെ ഇതൊരു സാങ്കേതിക പ്രവർത്തനം മാത്രമാണ്. യഥാർത്ഥ പ്രവർത്തനം ഇതല്ല. തൊഴിലാളി വർഗ ആളുകളെയൊക്കെ, പിന്നെ കർഷകരെയും കർഷക തൊഴിലാളികളെയും മറ്റ് തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും അടക്കമുള്ള സകലവരെയും വർഗ ബഹുജന സംഘടനകളെ സമര ശ്രേണി ഉണ്ടാക്കി അവരെ സംഘടിപ്പിച്ചുകൊണ്ട്
വിപ്ലവത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് ഈ പരിപ്പ് ഇവിടെ വേവില്ല. ഇതിനു വേണ്ടി ആരെങ്കിലും കഞ്ഞി വയ്ക്കാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വച്ചേക്കുക. ഒരു കാരണവശാലും ഇത് വ്യാമോഹം മാത്രമാണ്, നടക്കില്ല മക്കളെ എന്നാണ് ഗോവിന്ദൻ മാഷ് അസന്നിഗ്ധമായി കീറുകൃത്യം ഒരു മാറ്റവും വരുത്താതെ പറഞ്ഞിരിക്കുന്നത്. ഞാനും മാറുന്നില്ല, സെക്രട്ടറി എന്നുള്ളത് ഞാനും മാറുന്നില്ല. തൽക്കാലം പ്രതിപക്ഷ നേതാവിനെയും മാറ്റാൻ ഒരു ഉദ്ദേശവുമില്ല, ഒരു പരിപാടിയുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അത് വച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി തുറന്ന് പറയാം, ചർച്ച ചെയ്യാം.